ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പൊന്നൂസ് കണ്ണൻ വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇവിടെയും എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. എല്ലാവരുടെയും നാട്ടിൽ എങ്ങനെയുണ്ട് ചൂടൊക്കെ? ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ദേ രാവിലെ തന്നെ ചായയൊക്കെ ഇട്ട് പരിപാടികൾ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ദേ ഒരു ചായ ഞാൻ രാജേഷന് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. രാജേഷനാണെങ്കിൽ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അണ്ണൻ്റെ ആ ഒരു ചെറിയ കൃഷിത്തോട്ടത്തിലാണ് കേട്ടോ. എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ നട്ടിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരമൊക്കെ വെള്ളം ഒഴിക്കാനും എല്ലാം മാത്രമേ ഞാനുള്ളൂ. രാജേഷനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചീരയുണ്ട്, ചെറിയ തക്കാളിയുണ്ട്, പിന്നെ വെണ്ടയ്ക്കയുണ്ട്, പച്ചമുളകുണ്ട്, പയറുണ്ട്, വഴുതനങ്ങയുണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ആള്. അപ്പോൾ ദേ എൻ്റെ ചെടികളൊക്കെ നല്ല അടിപൊളി പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. 10 മണി. ഇത് ഈ ചെടി കൊള്ളാവും, നല്ല ഭംഗിയില്ലേ. ഇതൊരു ചെടിച്ചട്ടിയിലോട്ട് മാറ്റി നടണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. എന്നാൽ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. എന്താ പറയുന്ന, ലൈഫിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് ഞാൻ ഈ ദിവസം കാണുന്നത് കേട്ടോ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് എനിക്കിന്ന്. ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആ സൈഡിലുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പോയി ക്ലിക്ക് ചെയ്തേ. അതിൻ്റെ കൂട്ടത്തിൽ ആ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റും കൂടി ഇട്ടേക്കണം കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് പേര് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ദേ എൻ്റെ ചെടിയിലെ റോസായിലൊക്കെ ഒരു മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു വെറൈറ്റി സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉപ്പുമാവില്ലേ, ഉപ്പുമാവിന് നമുക്ക് ചീര ഇട്ടിട്ട് ഉപ്പുമാവ് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണേ. നമ്മുടെ ചീരയുടെ മേളത്തെ തളിര് ഭാഗമില്ലേ, നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, മുകൾ ഭാഗം, അത് ഒരു 2-3 ചീരയുടെ അങ്ങ് പറിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അണ്ണന് ഡൗട്ട് അടിച്ചു, ഇന്ന് ചീരത്തോരൻ നീ വെക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഇതെന്തിനാ ചീര? ഞാൻ പറഞ്ഞൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാം. ഇത് ഒരുപാട് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും കേട്ടോ. ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ, കാരണം നമ്മൾ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കുറേ നാൾക്ക് മുമ്പാണ് ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പുമാവാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആദ്യം തന്നെ ഉപ്പുമാവാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഉഴുന്നും കടുകും ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഇതാക്കി, അതിനുശേഷം സബോള, ഇഞ്ചി, വെളുത്തുള്ളി സാധാരണ രീതിയിൽ നമ്മൾ ഉപ്പുമാവ് വെക്കുന്ന രീതിയിൽ ഞാൻ ചീരയും കൂടെ ആഡ് ചെയ്ത് കേട്ടോ. ചീര ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പുമാവിന് തിളപ്പിക്കില്ലേ, വെള്ളം തിളപ്പിക്കുന്ന പോലെ തന്നെ കേട്ടോ. പക്ഷേ ആ ചീര കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ആ നമ്മുടെ ഉപ്പുമാവിനൊരു ഒരുപാട് കളർ വ്യത്യാസവും വരും, പിന്നെ ആ ഒരു ചീരയുടെ ഒരു ചെറിയ ടേസ്റ്റും കൂടെ വരും കേട്ടോ. ഞാൻ ആഡ് ചെയ്തുള്ളൂ, കാരണം കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഉപ്പുമാവിൽ ചീര ഇട്ടിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് കപ്പലണ്ടിയൊക്കെ എടുത്തിടും കേട്ടോ. ഒരു വെറൈറ്റി, സാധാരണ കുട്ടികൾക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല, പക്ഷേ ഇവിടെ എന്തായാലും ഇഷ്ടമാണ്. അപ്പോൾ ആ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു കുറച്ചുകൂടി ഇട്ടിരുന്നെങ്കിൽ കളറ് കുറച്ചുകൂടെ മാറ്റം വന്നേനെ. ഏകദേശം ഒരു പിങ്ക് കളർ, റെഡ് കളർ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നല്ല ഉപ്പുമാവായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ചീരയും കൂടി ഇടുമ്പോൾ ഹെൽത്തി ആണല്ലോ. അപ്പോൾ നല്ല ഉപ്പുമാവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടി താള് കറി വെക്കാമെന്ന് വെച്ചോട്ടെ. ചേമ്പിൻ്റെ തണ്ടില്ലേ, അത് പരിപ്പിട്ട് ജസ്റ്റ് തേങ്ങ അരച്ചിട്ട് താള് കറി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാം വേവിച്ചൊക്കെ വെച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, റെഡിയായി, കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, സന്തോഷകരമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയൊക്കെ റെഡിയായി, എല്ലാവരും റെഡിയായിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം സസ്പെൻസ് അങ്ങ് പൊട്ടിച്ചേക്കാം. നമ്മുടെ
കണ്ണൻകുട്ടനെ സ്കൂളിൽ ചേർക്കാൻ പോവാണ് കേട്ടോ. ആദ്യത്തെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണൻകുട്ടനെ സ്കൂളിൽ ചേർക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഫോട്ടോസ്റ്റാറ്റ് കടയിലാണ് കേട്ടോ കയറിയത്. കാരണം നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ കൊടുക്കണം, അങ്ങനെയാണല്ലോ, ഒറിജിനൽ സ്കൂളിൽ കൊടുക്കണം. അപ്പോൾ കുറച്ച് നമ്മളൊക്കെ എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ. അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ചെന്നു. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ 2 പിള്ളേരും കിടന്ന് ഭയങ്കര കളിയാണ്, എപ്പോഴും കളിയാണ് കേട്ടോ. 2 പേർക്ക് ബോറടി എന്തായാലും വെക്കേഷനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 പേരും അടിപൊളി കളിയാണ് എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൻകുട്ടനെ ചേർക്കാൻ പോകുന്ന സ്കൂൾ കേട്ടോ. ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തലയിൽ തന്നെയുള്ളൊരു സ്കൂളാണ്. സെൻട്രലാണ് കേട്ടോ നമ്മുടെ ചേർത്തല. ഇപ്പം ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്നതുകൊണ്ട് ഇപ്പം കിഴക്ക് താമസിച്ചാലും പടിഞ്ഞാറ് താമസിച്ചാലും ഞങ്ങൾക്ക് സേഫാണ് കേട്ടോ അവൻ്റെ സ്കൂള്. ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ LKG മുതൽ +2 വരെയും ഈ സ്കൂളിലുണ്ട് കേട്ടോ. അതും കൂടെയാണ് ഈ സ്കൂളിൻ്റെ പ്രത്യേകത. പിന്നെ LKG UKG ഫീസൊക്കെ ഉണ്ട്. എയ്ഡഡ് സ്കൂളാണ്, അപ്പോൾ ഗവൺമെൻറ്റും ആണ്. അപ്പം എന്താ പറയണ്ടേ, ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്കൂളിലാണ് ഇവൻ്റെ അച്ഛൻ പഠിച്ചത്. ഇവൻ്റെ അച്ഛൻ പഠിച്ചിട്ടുണ്ട്, കണ്ണൻകുട്ടൻ്റെ അച്ഛൻ രാജേശ്വരൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണൻകുട്ടൻ്റെ ഒരു ബ്രദർ ഓൾറെഡി ഇപ്പോൾ പഠിക്കുന്നുണ്ട്. പിന്നെ രാജേശ്വരൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് പഠിച്ച സ്കൂളാണ് കേട്ടോ. നല്ലൊരു സ്കൂളാണെന്ന് ഞാൻ കേട്ടറിഞ്ഞു. എന്തായാലും കണ്ണൻകുട്ടൻ്റെ തുടക്കം ഈ സ്കൂളിൽ നിന്നാണ്. ഹോളി ഫാമിലി എന്ന് പറയുന്ന സ്കൂളാണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ല അടിപൊളി സ്കൂൾ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി നമ്മുടെ കണ്ണൻകുട്ടൻ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കണ്ണൻകുട്ടൻ്റെ LKG തൊട്ട് +2 വരെയുള്ള പഠനകാലം അവിടെ തന്നെ ആകാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്തായാലും. അപ്പോൾ കണ്ണൻകുട്ടൻ അങ്ങോട്ട് ഓക്കെ അല്ല, പോകുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പോകയില്ല എന്നാണ് പറയുന്നത്. കണ്ണൻകുട്ടൻ കുറച്ച് ബംഗാളിയുടെ ഇതുണ്ട് കേട്ടോ, സംസാരത്തിൽ ബംഗാളികൾ സംസാരിക്കുന്ന പോലെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ഞാൻ പോകയില്ല, ഞാൻ വരയില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയാണ് കേട്ടോ നമ്മുടെ കണ്ണൻകുട്ടൻ്റെ സംസാര രീതികൾ. അപ്പം ഞാൻ സ്കൂളിൽ പോകുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പോകയില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തോ എങ്ങനെയോ ഒന്നും അറിയത്തില്ല. അപ്പോൾ കണ്ണൻകുട്ടൻ്റെ അതിനുശേഷം സ്കൂളിലൊക്കെ ചേർത്തതിന് ശേഷം ഞങ്ങൾ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ജസ്റ്റ് തണുത്തൊന്നും അധികം ഇപ്പോഴും കൊടുക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ജ്യൂസ് ഒരു വടയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാനൊരു സോഡാ സർബത്ത് കുടിച്ചു കേട്ടോ, എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കറിയായിട്ട് താളും പരിപ്പും ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കടുകൊക്കെ വറക്കുകയാണ്. കടുകൊക്കെ വറുത്ത് ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. ചോറൊക്കെ വെച്ചിട്ടാണ് പോയത്. ജസ്റ്റ് ആ പരിപ്പും താളൊക്കെ ഒന്ന് വേവിച്ചുകൂടെ വെച്ചു. വന്നിട്ട് അതിന് കടുകൊക്കെ വറുത്തൊഴിച്ചു. പിന്നെ വരുന്ന വഴി കുറച്ച് മത്തി വാങ്ങിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ ഫേവറേറ്റ് ഐറ്റം മത്തി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി ഞാൻ ഫ്രൈ ചെയ്തു. കുറച്ച് കറിയും വെച്ചു കേട്ടോ. എല്ലാം ചടപടേന്ന് ചെയ്തു കേട്ടോ. സമയം ഏകദേശം 2-2:30 ആയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ 4 പേരും ചോറൊക്കെ കഴിച്ചു. ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ കണ്ണൻകുട്ടനെയും പൊന്നുകുട്ടീനെയും രാജേഷൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വേറൊരു സ്ഥലത്തുകൂടെ പോകണം, വേറെ എവിടെയല്ല, ഞങ്ങളുടെ ആലപ്പുഴയ്ക്ക് ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടനെയും പൊന്നുകുട്ടീനെയും രാജേഷൻ്റെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണൻകുട്ടൻ ചെറിയൊരു മുടയായിരുന്നു കേട്ടോ. ആദ്യം ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മ അച്ഛൻ പോകണ്ട, പൊന്നുകുട്ടി എന്തൊക്കെയോ പറഞ്ഞ ആളെ എരിവ് കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കണ്ണൻകുട്ടൻ കരയുന്നത് കണ്ടോ, അച്ഛനും അമ്മയും പോകണ്ട എന്നൊക്കെ പറയുകയായിരുന്നു. അങ്ങനെ കണ്ണൻകുട്ടനെന്ന് ഓക്കെ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഓക്കെ അമ്മ എന്നൊക്കെ പറഞ്ഞ ആളകത്തോട്ട് കയറിപ്പോയി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോവാണ്. ആലപ്പുഴയ്ക്ക് ഞങ്ങൾ NH റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പുറകു വശത്തോട്ട് നമ്മുടെ അർത്തിങ്കൽ റൂട്ട് വഴിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. മിക്കവാറും ഞങ്ങൾ ആ വഴിയാണ് കേട്ടോ പോകുന്നത്. ആ വഴിയും റോഡ് പണിയാണ് കേട്ടോ, സർവത്ര റോഡ് പണിയാണ്. അപ്പോൾ ആ വഴി ഇടയ്ക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും റോഡ് പണി വന്നപ്പോഴത്തേക്കും നേരെ ഞങ്ങൾ സർവത്ര റോഡ് പണി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ റോഡിലോട്ട് തന്നെ കയറിയിട്ട് NH തന്നെ കയറി അങ്ങനെ നമ്മുടെ ബൈപ്പാസ് കയറി ഇറങ്ങി, പാലം കയറി ഇറങ്ങി ഞങ്ങൾ ആലപ്പുഴയിലെത്തി. ആലപ്പുഴ ഞങ്ങൾ വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അവിടെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചക്ക ഉണ്ടായി കിടപ്പുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ ചക്കയൊക്കെ ഇടാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പോൾ റോഡ് പണി കാരണം ഇച്ചിരി പാടാണ് നമുക്കിപ്പോൾ ആലപ്പുഴ ഒക്കെ യാത്ര ചെയ്യാനായിട്ട് കേട്ടോ. NH കൂടെ യാത്ര ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ദേ നമ്മുടെ ചക്കകൾ 3 ചക്ക ഞാൻ ഇട്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ചക്കയൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ചേർത്തലയിലോട്ട് തിരിച്ചു പോരുവാണ്. ഇനിയിപ്പോൾ വിശേഷങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് എണ്ണ ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ എണ്ണ ആട്ടി മേടിക്കുന്നത്. കൊപ്ര കൊണ്ട് കൊടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ശുദ്ധമായ നല്ല വെളിച്ചെണ്ണ, ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കന്നാസിലാണ് കേട്ടോ എണ്ണ വാങ്ങിക്കുന്നത്. വേറെ ഒരു എണ്ണയും ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. കറിയൊന്നും വെക്കാം. ഉള്ളി വെളിച്ചെണ്ണ നല്ല ടേസ്റ്റുമാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ. അവിടെ വളരെ പരിശുദ്ധമായി എടുക്കുന്ന. ഞങ്ങളൊരു ബേക്കറി, അതിന് ശേഷം ഞങ്ങൾക്ക് നല്ല പോലെ വിശന്ന് കേട്ടോ. അപ്പം ഞങ്ങളൊരു ബേക്കറി കയറി ജസ്റ്റ് ഒരു ഷവർമയൊക്കെ കഴിച്ചു കേട്ടോ. 1+100 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. 2 എണ്ണത്തിന് 100 രൂപ. അത് കണ്ട് ഞങ്ങൾ ഷവർമ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം അവിടെ തിരക്കൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് കയറിയതാണ് കേട്ടോ. അങ്ങനെ ഷവർമയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോരുവാണ്. ഇനി വീട്ടിൽ ചെന്ന് കുഞ്ഞുങ്ങളെ 2 പേരെയും വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാ കൂട്ടുകാരും സൈഡിലുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പം കുട്ടീനെയും പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് ആയിഷിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.